അപ്പോൾ നമ്മൾ മലയിലേക്ക് പോകാൻ വേണ്ടി ഒരു അങ്കിൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്കിളിൻ്റെ കൂടെ നമുക്ക് നാളെ പോകണം കേട്ടോ. നാളെ രാവിലെ 7 മണിക്ക് പോകണം. ഇന്നിപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ മൺഡേ രാവിലെ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെറിയ പാക്കിങ് കേട്ടോ. ഒത്തിരി സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ ഓൾറെഡി വേറൊരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം അത്യാവശ്യം 4 ദിവസത്തേനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു ചെറിയ ബോക്സിലേക്ക് ആക്കുക കേട്ടോ. ഒരു സ്മോൾ സൈസ് ബോക്സിലേക്ക്. എന്നെ റീപാക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഇത്രയും ബോക്സ് നമുക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മലയിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ടോ. നമ്മുടെ അവിടെ താമസിക്കുന്ന ഒരു അങ്കിള് ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ജോനാസ്ബർഗിലേക്ക് മലയിലാൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്കിളുടെ കൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. 7 മണിയാകുമ്പോഴത്തേക്ക് അങ്കിൾ ഇവിടുന്ന് ഒരു കോമൺ പോയിന്റ് വന്ന് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം ചേട്ടൻ രാവിലെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇന്ന് വർക്കിന് പോകും. നമ്മളിവിടെ ഇനി ഒരു 3-4 ദിവസം അവിടെ ഇരിക്കും കേട്ടോ. അപ്പം ചേട്ടൻ ഈ വണ്ടിയിൽ നമ്മളെ അങ്കിളിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പെട്ടിയൊക്കെ കയറ്റുന്നേ ഉള്ളിലോട്ട്. തീർന്നോ? പെട്ടി തീർന്നോ? ഇതുകൂടെ അല്ലേ ഉള്ളൂ? ഇതോടുകൂടി ഇന്നത്തെ പെട്ടി ഇന്ന് ജോനാസ്ബർഗിൽ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 15-16 ഒക്കെ കാണിക്കുന്നുണ്ട്. തണുപ്പ് നമുക്ക് അറിയാനും പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദിവസം ഒരു മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ട്രാഫിക് സിഗ്നലിൽ നമ്മൾ നിർത്തിയിട്ടപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കൊണ്ട് തന്നു കേട്ടോ. അവൾ പറഞ്ഞത് ഫ്രീ ആണെന്നാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർബക്സിൻ്റെ എന്തോ പ്രൊമോഷനാണെന്നാണ്. ആദ്യം ഞങ്ങൾ മിനി ബസ് എന്ന് പറഞ്ഞ ബസ് സർവീസ് ഉണ്ട് കേട്ടോ, അതെടുക്കാമെന്നാണ് ഓർത്തത്. പിന്നെ ഞങ്ങൾ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. അങ്കിളല്ല, അങ്കിളിൻ്റെ മോൻ്റെ വീടാണ്. കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള സെക്യൂർ ആയിട്ടുള്ള വില്ലാസിലാണ് താമസിക്കുന്നത്. അപ്പോഴൊരു സെക്യൂരിറ്റി കാണുകയും ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നമ്മളെ ഉള്ളിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. അങ്കിളും മലയിലാൻഡിലെ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടി കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു C-ക്ലാസിൻ്റെ ബൂട്ട് നിറച്ച സാധനമുണ്ട്. പിന്നെ ഉള്ളിൽ കുറച്ച് ബാഗ്സും ഇതെല്ലാം വെച്ച് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സീറ്റിൽ. ഒരു C-ക്ലാസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് കയറിയത്. എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു കേട്ടോ. ചിറ്റയും മിന്നും പുറകിലാണ്. മിന്നിന് ഇരിക്കാൻ അത്ര സ്ഥലമൊന്നുമില്ല. പിന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റൊക്കെ ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ദൂരെ കാണുന്നതൊക്കെ തെർമൽ പവർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഇലക്ട്രിസിറ്റി വരുന്നത് കോളിൽ കത്തിച്ചിട്ടാട്ടോ. തെർമൽ എനർജി എന്നാണ് ഇവിടെ കറണ്ട് യൂസ് ചെയ്യുന്നത്. ഈ ട്രക്കുകൾ കണ്ടോ, ഇതിലാണ് കോള് തെർമൽ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഈ ബസ്സിലാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അങ്കിൾ പോകുന്നതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ജോനാസ്ബർഗിൽ നിന്ന് മലയിലാൻഡ് വരെ 400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 4 മണിക്കൂർ ഡ്രൈവാണ്. നമ്മളെടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് നിർത്തി കേട്ടോ, ഒന്ന് റീഫ്രഷൊക്കെ ആകാൻ വേണ്ടി. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇത്ര നേരം ഞാൻ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇത്രയും ബാഗ്സും ചിറ്റയും മിന്നും കൂടെ ഇരിക്കുമ്പോൾ ഇച്ചിരി ടൈറ്റാണ്. എന്നാൽ പിന്നെ ഞാൻ പുറകെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പേസായി. ചിറ്റയ്ക്കാണെങ്കിൽ ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടോ. രാവിലെ നമ്മൾ ഇറങ്ങേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അൽസു എന്ന് പറഞ്ഞ സ്ഥലത്ത് പെട്രോൾ സ്റ്റേഷനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ആദ്യം റോഡ് ഫേസ് ചെയ്യുന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ അങ്കിൾ പറഞ്ഞു പുറകിലത്തെ വിൻഡോയിൽ പോയിരിക്കാം, അവിടെ കുറച്ച് പോലെ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസിലേക്ക് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആനിമൽസിനെയൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ ബർഗറായിട്ട് ഓർഡർ ചെയ്ത്. നമുക്ക് വേണേൽ ഔട്ട്ഡോർ ഇരിക്കേണ്ട ഒരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇച്ചിരി ചൂടൊക്കെ ആയതുകൊണ്ട് അകത്തായിരുന്നു കേട്ടോ. എല്ലാ പെട്രോൾ പമ്പിലും ഫുഡും സൂപ്പർ മാർക്കറ്റും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഈ പോലത്തെ ഒരു വ്യൂ ഉള്ളതുകൊണ്ട് കണ്ടമാനം ആൾക്കാർ ഇതിലേക്കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ നിർത്താറുണ്ട് കേട്ടോ. അൽസു അതുകൊണ്ടൊരു പ്രിഫേർഡ് ലൊക്കേഷനായി മാറി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള അൽസു എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇതൊരു പെട്രോൾ ബങ്കാണ്. പെട്രോൾ ബങ്കിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നമ്മൾ 4 അങ്കിളുണ്ട്, നമ്മളുടെ ഞാനും മിന്നും ചിറ്റയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നല്ല വഴിയായിരുന്നു. അതുകൊണ്ട് വരുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ, വലുതായിട്ട് അറിയുന്നില്ല. നല്ല കംഫർട്ടബിളായിട്ട് വരാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ വരുന്ന വണ്ടി ഒരു C-ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ക്യാപ്പച്ചിനും കോഫിയും ലാറ്റയും ബർഗറും ഒക്കെ എത്തി കേട്ടോ. നമ്മളിവിടെ ഒരു അൽസു പെട്രോപോർട്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ. ഹൈവേയിലുള്ളൊരു സാധനമാണ്. ഹൈവേയിലുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ എക്സോട്ടിക് ആനിമൽസിനെയൊക്കെ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ആനിമൽസൊക്കെ പോകുന്നുണ്ട്. ആൻറ്റിലോപ്പ്, വൈൽഡ് ബഫല്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോ. അൽസു പെട്രോപോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഞാനും എടുത്തു അവിടെ 2-3 ഫോട്ടോ.
കണ്ട ആൾക്കാർ ഒന്ന് കാണുന്നത്. ഇത് ഹോട്ടൽസ് ആട്ടോ, ഫുഡൊക്കെ കഴിക്കുന്ന സ്പോട്ട്സ് ആയി റൈറ്റ് സൈഡിലുള്ളത്. പിന്നെ ഇങ്ങനെ ചെറിയൊരു കുളമുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ ആനിമൽസാണ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി എടുത്തതാണെന്നാണ് അങ്കിൾ പറഞ്ഞത് കേട്ടോ. ഈ താഴത്തെ മണ്ണ് മുകളിലേക്കാക്കി ഇവിടെ ലിഫ്റ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് കുറച്ച് കച്ചവടം പരിപാടിയൊക്കെ ഉണ്ട്. ഡ്രസ്സും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട്. നമ്മളപ്പം കുറച്ച് വെള്ളവും കഴിക്കേണ്ട സ്നാക്സും ഒക്കെ മേടിച്ച് നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ജോനാസ്ബർഗ് സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വിജനമായ സ്ഥലങ്ങളാട്ടോ. മുന്നോട്ട് നോക്കിയാൽ ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. പിന്നെ മുഴുവൻ ഭൂമിയാട്ടോ. ഇതൊക്കെ കൃഷിഭൂമികളായിരുന്നു. കോണാണ് ഇവിടുത്തെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഫുൾ ഫ്രീ ആയിട്ട് കിടക്കുക കേട്ടോ. സി ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ പുറകെ ഇരിക്കാൻ ഭയങ്കര സുഖം കേട്ടോ. ഹൈവേയിൽ നമുക്ക് 120-130 വരെയൊക്കെ ഓടിക്കാം കേട്ടോ. ഇവിടുത്തെ വഴികൾ മാനേജ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് കാലം കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ഇലകളെല്ലാം പൊഴിഞ്ഞ് കിടക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ റോഡൊക്കെ ഫുൾ നല്ല ഗ്രീനാണെന്നാണ് അങ്കിൾ പറഞ്ഞത്. ഒരു 2 വീക്സിനുള്ളിൽ റെഡി ആവുമെന്നാണ് പറഞ്ഞത്. സ്പ്രിംഗ് സീസൺ തുടങ്ങുമെന്നാണ്. നമ്മൾ പോകുന്നതിന് മുന്നേ ആ വ്യൂ കൂടെ കിട്ടുമായിരുന്ന നൈസായിരുന്നു. സ്കെയിൽ വെച്ച് വരച്ച പോലത്തെ വഴി കേട്ടോ. ഈ വഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ തോന്നും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡിൻ്റെ പേര് N4 എന്നാട്ടോ. ഈ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ജേർണി ഓൾമോസ്റ്റ് തീരാറായി കേട്ടോ. നമ്മൾ മലയാൻ അടുക്കാറായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പും ഫുഡ് കഴിപ്പും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4-5 മണിക്കൂർ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ മലയാനിലെത്തി. ഇതാണ് ആഫ്രിക്കയിൽ അച്ഛൻ വർക്ക് ചെയ്യുന്ന ബീക്കൺ കോളേജ് കേട്ടോ. നമ്മളെ കൊണ്ടുവന്ന ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പളാട്ടോ. ഞങ്ങളിന് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിന് കയറിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മളെ ഹരിയങ്കളിലെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇത് ഞാൻ കൊണ്ടുവന്ന ഉപ്പേരിയും സാധനങ്ങളൊക്കെ കേട്ടോ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു സൂപ്പർ സ്പാർ ആട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സൂപ്പർ സ്പാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ആട്ടോ. നമ്മുടെ നാട്ടിലെ ലുലു ഒക്കെ പോലെ. ആഫ്രിക്കയിൽ പിന്നെ എല്ലാ മീറ്റും അവൈലബിൾ ആട്ടോ. കോഴിയും താറാവും ചിക്കനും ഒന്നും മാത്രമല്ല, നല്ല ക്രോക്കഡൈലും മാനും ആനയും ഒക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ സ്പാർ എന്ന് പറഞ്ഞ സ്റ്റോറിൽ വന്നേക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ ഈ വിസ്കേഴ്സിൻ്റെ ഒക്കെ വെറൈറ്റി ഫ്ലേവേഴ്സ് കിട്ടും. അപ്പം ലൂണയ്ക്കും ലുലുവിനും ലെക്സിക്കും ഒക്കെയുള്ള കുറച്ച് പൗച്ചസ് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഇത് കണ്ട ബീഫ് വിത്ത് ആക്ക, പോൾട്രി ഏവ്സ്, ചിക്കൻ ഫ്രാങ്കോ, ബീഫ് ആക്ക, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ക്യാറ്റ് മോ, ലവ്സ് ക്യാറ്റ്സ്. ഇതൊക്കെ രണ്ടെണ്ണം എടുത്ത് നോക്കണം. ഇവിടെയൊക്കെ പൂച്ചകൾക്ക് എന്തൊരു ഓപ്ഷനാണെന്ന് നോക്കിയേ. എന്താ പെർഫെക്റ്റ്, പാമ്പർ, പെറ്റ് ലീസ്, കോബാലൻസ്, ബീനോ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന അയിൽ ഫുള്ള് പൂച്ചയ്ക്ക് പട്ടിക്കുള്ള ബിസ്ക്കറ്റ്സും പെറ്റ് ഫുഡും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബിസ്ക്കറ്റ്സും ഉണ്ട്, ഒരു ടൂൾസും ഉണ്ട്. ആണ് പൂച്ചയ്ക്ക് വേണ്ടതാണ്. ഇവിടെ കുറേ വൈൻസ് ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ വൈനാണ്. ഇതെല്ലാം വൈൻസാട്ടോ. കുറേ വെറൈറ്റി വൈൻസ് ഉണ്ട്. എല്ലാം 100 രൂപയൊക്കെ ഉള്ളൂ. KW നമുക്കറിയാം. 100 രൂപ എന്ന് പറഞ്ഞാൽ 500 രൂപയുള്ളൂ വൈനൊക്കെ. ഇതെല്ലാം വൈനാട്ടോ. എടാ കാശി, നീ പറഞ്ഞ ഹോട്ട് വീൽസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. മലയാളിലുള്ള അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി നമുക്കൊരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ വരെ പോകണം. നമുക്ക് വേണ്ടി അവിടെ ഒരു ഗ്രാൻഡ് പാർട്ടി സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ബാർബിക്യൂം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.